ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ആനുവൽ എക്സാം 2025 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ്. കേരള പാഠാവലിയാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ അറബിക്കും ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും പോയി കാണണം, ആവശ്യമുള്ളവർ മാത്രം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കേരള പാഠാവലിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. പ്രവർത്തനം 1, കുറിപ്പ് തയ്യാറാക്കുക. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ വള്ളത്തോൾ. സ്വർണം കൊണ്ടുള്ള കൂടാണെങ്കിലും അതിനുള്ളിൽ അടച്ചിട്ടിരിക്കുന്ന കിളിയുടെ അവസ്ഥ ദയനീയമാണ്. സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ അഭിമാനമുള്ള ആരും ആഗ്രഹിക്കുന്നില്ല. കൂട്ടിലടക്കപ്പെട്ടിരിക്കുന്ന കിളിയുടെ മനോവിചാരങ്ങൾ എന്തൊക്കെയാവാം? ഡെയ്സി ചെടി എന്ന പാഠഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഡെയ്സി ചെടി നമ്മൾ പഠിച്ചിട്ടുള്ള പാഠഭാഗമാണ്. ഡെയ്സി ചെടിയെയും നമുക്ക് വാനമ്പാടിയെയും നമുക്ക് മറക്കാൻ കഴിയില്ല അല്ലേ. പ്രകൃതിയെ സ്നേഹിച്ചും സ്വാതന്ത്ര്യം ആസ്വദിച്ചും മനോഹരമായ പാട്ടുപാടിയും നടന്നിരുന്ന വാനമ്പാടിയെ 2 കുട്ടികൾ ചേർന്ന് കൂട്ടിലടക്കുന്നു. ദുഃഖവും ദാഹവും സഹിക്കവയ്യാതെ വാനമ്പാടിയുടെ പാട്ട് വിലാപഗാനമായി മാറുന്നു. പക്ഷിക്ക് കഴിക്കാനായി കുട്ടികൾ ഡെയ്സി ചെടിയെ പറിച്ചു കൂട്ടിൽ വെച്ചു കൊടുക്കുന്നു. കാടും ലോകവും നഷ്ടപ്പെട്ട വാനമ്പാടിക്ക് പിന്നെ കൂട്ടായുള്ളത് ആ കൂട്ടിലെ ഡെയ്സി ചെടി മാത്രമാണ്. തൻ്റെ ലോകം അതിൽ മാത്രമായി മാറിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ വാനമ്പാടി, ഒരു പുൽനാമ്പ് എനിക്കിപ്പോൾ വൻമരമാണ്, നിന്റെ ഓരോ ഇതളും എനിക്കൊരു പൂവാണ്. സ്വാതന്ത്ര്യവും സ്വപ്നവും നഷ്ടപ്പെട്ട ഒരാൾ സ്വയം ആശ്വാസം കണ്ടെത്തുന്ന വാക്കുകളായി ഇതിനെ നമുക്ക് കണക്കാക്കാം. ഒരു കിളിയും പൂവും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ കഥയാണ് എ വിജയൻ്റെ ഡെയ്സി ചെടി. പരസ്പര സ്നേഹത്തിൻ്റെ പ്രാധാന്യത്തിന് പുറം പ്രകൃതിയിലെ ഓരോ ജീവിക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് എന്ന വലിയൊരു സന്ദേശം കൂടിയാണ് ഈ കഥ നമുക്ക് നൽകുന്നത്. ഓക്കെ, ഇനി 2ാമത്തെ പ്രവർത്തനം താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുക എന്നതാണ്. ഞാൻ പറയുന്നത് എല്ലാം വാങ്ങിത്തരികയും ചെയ്തു തരികയും ചെയ്യും എൻ്റെ അമ്മ. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന അപ്പുവിൻ്റെ വചനങ്ങൾ ആണിത്. എൻ്റെ അമ്മ എന്ന പാഠഭാഗത്തിലെ വർക്കിയുടെ അമ്മയുമായി ഈ അമ്മയെ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പൊൻകുന്നം വർക്കിയുടെ എൻ്റെ അമ്മ എന്ന പാഠഭാഗം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മളിത് തയ്യാറാക്കേണ്ടത്. പാവപ്പെട്ട കർഷക കുടുംബമാണ് പൊൻകുന്നം വർക്കിയുടേത്. വീട്ടുകാര്യങ്ങൾ നോക്കാൻ അമ്മ മാത്രമേ ഉള്ളൂ. വിദ്യാഭ്യാസം ഇല്ലാത്തതിനാൽ കൂലിപ്പണി ചെയ്താണ് മക്കളെ പോറ്റുന്നത്. പരുപരുത്ത ജീവിതാനുഭവങ്ങൾ കാരണം മക്കളോട് സ്നേഹപൂർവ്വം പെരുമാറാനോ അവരുടെ പഠനത്തിൽ ശ്രദ്ധിക്കാനോ കഴിയുന്നില്ല. മാത്രമല്ല അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളോ അവരുടെ ആഗ്രഹങ്ങളോ നിറവേറ്റാനും സാധിക്കുന്നില്ല. 4ാം ക്ലാസ് കഴിഞ്ഞു ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കണമെന്ന ആവശ്യം പറഞ്ഞപ്പോൾ വർക്കിയെ തല്ലുന്ന സാഹചര്യവും നമുക്ക് കാണാൻ കഴിയും. സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ആ അമ്മ അങ്ങനെ ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന അപ്പുവിൻ്റെ അമ്മ നേരെ തിരിച്ചാണ്. മകൻ പറയുന്ന എല്ലാ കാര്യങ്ങളും സാധിപ്പിച്ചു കൊടുക്കുന്ന, സാമ്പത്തികമായി കുഴപ്പമില്ലാത്ത ഒരു അമ്മ ആയിരിക്കാം അത്. അതുകൊണ്ടാണ് എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി കൊടുക്കാനും കഴിയുന്നത്. ഓക്കെ, അപ്പോൾ 2 അമ്മയും എത്തരത്തിലുള്ളതാണെന്നാണ് നമ്മളിവിടെ വിശകലന കുറിപ്പിൽ എഴുതേണ്ടത്. പ്രവർത്തനം 3, കുറിപ്പ് തയ്യാറാക്കുക. ഭൂമിയിലെ എല്ലാവരെയും ഒന്നായി കാണാൻ പട്ടത്തിന് കഴിയും. നമുക്ക് അതിന് കഴിയുന്നുണ്ടോ? പട്ടം പറപ്പിക്കട്ടെ എന്ന പാഠഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പട്ടം പറപ്പിക്കട്ടെ എന്നുള്ള പാഠഭാഗം നമുക്കറിയാം എന്താണ്. എല്ലാ മനുഷ്യരെയും അല്ലെങ്കിൽ എല്ലാത്തിനെയും ഒന്നായി കാണുന്ന ഒരു ഹൃദയമാണ് ആ ഒരു പട്ടത്തിനുള്ളതെന്നാണ് ആ ഒരു ഇതിലൂടെ പറഞ്ഞു തരുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ നമുക്കൊന്ന് എഴുതി നോക്കാം. പട്ടം പറപ്പിക്കട്ടെ എന്ന കവിതയിൽ പി കുഞ്ഞിരാമൻ നായർ പട്ടത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, മനുഷ്യരെ കുറിച്ചുമാണ്. ആകാശത്ത് ഉയരത്തിൽ പറക്കുന്ന പട്ടത്തിന് ഭൂമിയെ, ലോകത്തെ ഒന്നായി കാണാൻ കഴിയുന്നു. പട്ടത്തെ പോലെ നമ്മളും ലോകത്തെ ഒന്നായി കാണണം. പട്ടത്തെ ഭൂമിയുമായി ബന്ധിപ്പിക്കുന്നത് നൂലാണ്. അത് പൊട്ടിപ്പോയാൽ പട്ടം നിയന്ത്രണമില്ലാതെ പറന്നു പോകും. പട്ടത്തിൻ്റെ ഹൃദയം നിഷ്കളങ്കമാണ്. ഈ കൊച്ചു പട്ടം നമ്മൾ ഓരോരുത്തരും ആണ്. ഉയരത്തിൽ പറക്കാനും ഭൂമിയെ, ലോകത്തെ ഒന്നായി കാണാനും നമുക്ക് കഴിയണം. മനുഷ്യൻ എന്നും വഴക്കടിക്കുന്നത് കൊണ്ടാണ് ഭൂമിയുടെ ഭംഗി ഇല്ലാതാകുന്നത്. നാം ഒന്നിച്ചു നിന്നാൽ ഭൂമി എന്നും സുന്ദരമായിരിക്കും. യുദ്ധങ്ങളും കലഹങ്ങളും ഒന്നുമില്ലാത്ത മനോഹരമായ ഭൂമിയാണ് കവി സ്വപ്നം കാണുന്നത്. എല്ലാവരെയും ഒന്നായി കാണാൻ നമുക്ക് സാധിക്കണം. കവി അവതരിപ്പിക്കുന്ന പട്ടത്തിൻ്റെ മനസ്സുപോലെ നമ്മുടെ മനസ്സും ആകണം. മനുഷ്യരെ ലോകത്തെ ഒന്നായി കാണാൻ സ്നേഹിക്കാനും നമുക്ക് കഴിയണം. സ്നേഹത്തിൻ്റെ ചരട് പൊട്ടിപ്പോയ കരളിലെ സന്തോഷം അണഞ്ഞുപോകും. നമ്മെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ചരടാണ് സ്നേഹം. പട്ടത്തെ ലോകവുമായി ബന്ധിപ്പിക്കുന്ന ചരട് പൊട്ടിപ്പോയാൽ അത് വീണുപോകും. നല്ല ചിന്തകൾ ആകുന്ന ആകാശത്താണ് നമ്മുടെ മനസ്സാകുന്ന പട്ടം പറന്നു നടക്കേണ്ടത്. നല്ല ചിന്തയിൽ നിന്നാണ് നല്ല പ്രവൃത്തികൾ ഉണ്ടാകുന്നത്. മനുഷ്യ സ്നേഹം ഉള്ളിൽ നിറച്ചു നാം ചെയ്യുന്ന കാര്യങ്ങൾ ഭൂമിയെ സുന്ദരമാക്കും. അടുത്ത പ്രവർത്തനമാണ് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക എന്നതാണ്.
പൂക്കൾ മണ്ണിൻ്റെ ഓമൽ കിനാവുകൾ, പൂക്കൾ ജീവന്റെ പ്രേമ പ്രതീക്ഷകൾ. മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയെ ആസ്പദമാക്കി ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, മണ്ണിൻ്റെ കിനാവുകൾ എന്നുള്ള പാഠഭാഗം നമുക്കറിയാം അല്ലേ, നമ്മൾ ആദ്യമൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ചോദ്യമാണിത്. പി മധുസൂദനൻ നായരുടെ മനോഹരമായ ഒരു കവിതയാണ് മണ്ണിൻ്റെ കിനാവുകൾ. പൂക്കളുടെ മനോഹാരിതയെയും സവിശേഷതകളെയും കുറിച്ചാണ് കവിതയിൽ പറയുന്നത്. കവിതയുടെ അവസാന ഭാഗങ്ങളിൽ പൂക്കളുടെ സവിശേഷതകളെക്കുറിച്ചാണ് കവി പറഞ്ഞിരിക്കുന്നത്. പൂക്കളെ ഭൂമിയുടെ മക്കളായാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്. ദിവസവും ഒരുപാട് പൂക്കൾ മണ്ണിലേക്ക് പിറന്നു വീഴുന്നു. ഭൂമിയിൽ പിറന്നതിനു ശേഷം കണ്ണുകൾ തുറക്കുമ്പോൾ തൊട്ട് അവരുടെ കണ്ണുകളിൽ പ്രതിഫലിക്കുന്നത് വിശാലമായ നീലാകാശമാണ്. കണ്ണുകൾ അടയുന്നതുവരെ അവരുടെ കാഴ്ച അതുതന്നെ. ഇതളുകളിൽ പതിക്കുന്ന ഓരോ വെള്ളത്തുള്ളിയെയും കോർത്ത് അവർ മാലയായി ധരിക്കുന്നു. വെള്ളത്തുള്ളികൾ തട്ടുമ്പോഴുള്ള പൂക്കളുടെ ആഹ്ലാദത്തെയാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. എത്ര വലിയ ചൂടിനെയും അതിജീവിച്ചുകൊണ്ടും ഏതിരുട്ടിലും പുഞ്ചിരികൊണ്ട് ജീവിതത്തിൽ പോരാടുന്നവരാണ് ഓരോ പൂക്കളുമെന്ന് കവി വ്യക്തമാക്കുന്നു. പൂക്കളെ മണ്ണിൻ്റെ സ്വപ്നങ്ങളായി സ്നേഹം നിറഞ്ഞ പ്രതീക്ഷയായിട്ടാണ് കാണുന്നത്. അടുത്ത പ്രവർത്തനം വിവരണം തയ്യാറാക്കുക എന്നതാണ്. വേനലവധിക്കാലത്ത് യാത്ര ചെയ്യുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗവും. ഇടുക്കിയുടെ താജ്മഹൽ എന്ന പാഠഭാഗത്തിൽ ഒരു യാത്രയെക്കുറിച്ച് നമ്മൾ പഠിച്ചല്ലോ. ഇത്തരത്തിൽ നിങ്ങൾ ഈ അടുത്ത് ചെയ്ത യാത്രയെക്കുറിച്ചുള്ള വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് യാത്രകൾ ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു യാത്രയെക്കുറിച്ചാണ് എഴുതേണ്ടത്. ഇവിടെ ഒരു മോഡലായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ വർഷത്തെ അവധിക്കാലം ഞങ്ങൾ കുടുംബസമേതം വയനാട് സന്ദർശനം ചെയ്തു. ഈ യാത്രാ അനുഭവം ഒരുപാട് ചിന്തകളാണ് എന്നിൽ ഉണർത്തിയത്. പ്രകൃതിയുടെ ഇത്രയും മനോഹരമായ ഭംഗി ഞാൻ ഒരിക്കലും ആസ്വദിച്ചിട്ടില്ല. എല്ലാ വർഷവും ഞങ്ങൾ എങ്ങോട്ടെങ്കിലും യാത്ര നടത്താൻ തീരുമാനിക്കുമെങ്കിലും വല്ലപ്പോഴും മാത്രമേ അത് യാഥാർത്ഥ്യമാകാറുള്ളൂ. അത്തരത്തിൽ തന്നെയാണ് ഇതും എന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ ഇത് അവിടെ എത്തിയപ്പോഴാണ് യാഥാർത്ഥ്യമായി എന്ന വസ്തുത തിരിച്ചറിഞ്ഞത്. പ്രകൃതിയുടെ ഭംഗി ഒത്തൊരുമിച്ച ഒരു സ്ഥലമായിട്ടാണ് വയനാട് എനിക്ക് തോന്നിയത്. നിൽക്കുന്ന വയനാടിൻ്റെ ഭംഗിയും അതിൻ്റെ ഓരോ കോണിലും തണുപ്പും ഭംഗിയും കൂട്ടാൻ വേണ്ടി കോടമഞ്ഞ് പെയ്തിറങ്ങുന്നു. തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും സൗന്ദര്യത്തെ അതിൻ്റെ ഉന്നതിയിൽ എത്തിക്കുന്നു. കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ചിത്രങ്ങളും ഓർമ്മകളും ഇപ്പോഴും മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഒരിക്കലും മറക്കാൻ കഴിയാത്ത പ്രകൃതിയുടെ മനോഹാരിത തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു ഇത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ പോയ ഏതെങ്കിലും ഒരു യാത്രയെ കുറിച്ചിട്ടുള്ള ഒരു അനുഭവമാണ് എഴുതേണ്ടത്. ചിലപ്പോൾ യാത്രാ അനുഭവം ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ വല്ല മഴ അനുഭവം ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ അമ്മയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അനുഭവങ്ങൾ എഴുതാൻ പറയാറുണ്ട്. എന്തായാലും ഒരു അനുഭവ കുറിപ്പ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നല്ല രീതിയിൽ എഴുതുക. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാനും കഴിയട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.